സൂര്യ നമസ്കാരം എങ്ങനെ വളരെ സിമ്പിളായിട്ട് പഠിക്കാമെന്നുള്ളതാണ്. അത് 12 സ്റ്റെപ്പിൽ സൂര്യ നമസ്കാരമാണ്. അപ്പോൾ ആ സൂര്യ നമസ്കാരത്തിനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ വീണ്ടും ഈച്ച് ആൻഡ് പാർട്ട് പഠിച്ചിട്ട് നമ്മൾ 3 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ കുറേ സംശയങ്ങൾ കുറവായിരിക്കും. അങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കാല് ചേർത്ത് വയ്ക്കണം, കൈകൂപ്പി തൊഴുത് പിടിക്കണം, പാംസ് ടുഗെദർ. അവിടുന്ന് കൈ നേരെ മുകളിലേക്ക് എടുത്ത് ആംസ് അല്പം പുറയിലേക്ക് വളഞ്ഞാൽ മതി, ആർച്ച് ബാക്ക്. ആ നേരെ മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യുക, ഓൾ ദ വേ ഡൗൺ. കൈ കാലിൻ്റെ അടുത്ത് വയ്ക്കണം. കാലിൻ്റെ മുട്ട് മടങ്ങിയാലും കുഴപ്പമില്ല തുടക്കക്കാർക്കൊക്കെ. ദെൻ റൈറ്റ് ലെഗ് ബാക്ക്, ലുക്ക്. ഇത്രയും കാര്യം ഫസ്റ്റ് സ്റ്റേജിൽ പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ പഠിക്കുക. ഇറക്കി വെച്ച കാല് കയറ്റി വയ്ക്കുക, ദെൻ ഫോർവേഡ്, ആർച്ച് ബാക്ക്, എക്സ്ഹേൽ ഡൗൺ. ഇത് വളരെ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. ഇതുപോലെ തന്നെ ലെഫ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് കാല് ഇറക്കി വെച്ചിട്ട് ലെഫ്റ്റ് കാലിന് കയറ്റി വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് സ്റ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പോൾ ഏകദേശം ഒരു ധാരണയാവും. രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാലിൻ്റെ മുട്ട് കുത്തിക്കണം, ലെസ് ഇറക്കി വയ്ക്കുക. ഏകദേശം ഒരു ബോഡി ഒരു പുഷപ്പ് ലൈൻ, പുഷപ്പ് പൊസിഷൻ നിൽക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താം. ആദ്യം മുട്ട് കുത്തുക, ശേഷം ചെസ്റ്റിൻ്റെ ഭാഗം മുട്ടിക്കുക. ഒന്നല്ലെങ്കിൽ താടി മുട്ടിക്കുക, അല്ലെങ്കിൽ തെറ്റി മുട്ടിക്കുക. ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ലേശം താഴേക്ക് കിടന്നിട്ട് ബട്ടക്സിൻ്റെ ഭാഗം പൊക്കിയാലും കുഴപ്പമില്ല. തുടക്കത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അവർ നേരെ പുറയിലേക്ക് വേണം, ആർച്ച് ബാക്ക്. കൂടുതൽ വളയാൻ ശ്രമിക്കരുത്, കുറച്ച് വളഞ്ഞാൽ മതി. നേരെ കൈകുത്തി നേരെ പോങ്ങുക, ഹിപ്സ് ഓഫ് ഫീറ്റ് ഡൗൺ, യുവർ ഹെഡ് ഡൗൺ. ഒരു ഇൻവേർട്ടഡ് വീലേക്ക് വരും. ഇങ്ങനെ വലിയാൻ ശ്രമിക്കരുത്. ഷോൾഡർ ബ്ലേഡിൻ്റെ ഭാഗത്ത് താഴേക്ക് തള്ളി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ വരിക, ദെൻ പയ്യെ മുട്ടുകുത്തുക, പയ്യെ താഴേക്ക് കിടന്നിട്ടാണെങ്കിലും ബട്ടക്സ് പൊക്കുക, അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാം. ദെൻ ആർച്ച് ബാക്ക്, നേരെ കൈകുത്തി പോങ്ങുക, ഹിപ്സ് ഓഫ് ഫീറ്റ് ഡൗൺ. ഇത് ചെയ്ത് നോക്കുക. ഈ സെക്കൻഡ് പാർട്ടിൽ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്തൊരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതും ഒരു ധാരണയാവും. അതിനുശേഷം നമ്മൾ തേർഡിലേക്ക് കിടക്കണം. അങ്ങനെ ആ സെക്കൻഡ് സ്റ്റേജും പഠിച്ചു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനം വന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഇൻവേർട്ടഡ് വീൽ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കാല് കയറ്റി വയ്ക്കുന്ന ഒരു രീതിയാണ്. 2 രീതിയിൽ കയറ്റി വയ്ക്കാം. ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രെയിൻ ഉള്ളവരാണെങ്കിൽ മുട്ട് കുത്തിയിട്ട് ഈ കാല് കയറ്റി വയ്ക്കാം. കൈയുടെ അടുത്തേക്ക് കാല് വരുന്നതേ ഉള്ളൂ. ലുക്ക് മുകളിലേക്ക് നോക്കുക. എന്നിട്ട് തൽക്കാലം ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാല് ഇറക്കി വെച്ചിട്ട് വീണ്ടും മുട്ട് കുത്തിയിട്ട് കാല് കയറ്റി വയ്ക്കാം. ഓക്കെ, ലുക്കപ്പ്. ഈ മുട്ട് കുത്താതെയും ഈ കാല് കയറ്റി വയ്ക്കാം. കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ കാല് ഒറ്റടി കാലിൻ്റെ അടുത്ത് കയറ്റി വയ്ക്കാം. കൈയുടെ അടുത്തേക്ക് എൻ്റെ കാല് വരണം നിർബന്ധമാണ്, പോസ്റ്റർ കറക്റ്റ് ആവണമെങ്കിൽ. ലുക്കപ്പ്. അങ്ങനെ ഈ ലെഫ്റ്റ് റൈറ്റും മാറി മാറി ചെയ്ത് നോക്കി കഴിയുമ്പോൾ 3 സ്റ്റേജുകളായി. ഇതിനൊക്കെ 3 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂര്യ നമസ്കാരമായി. അതെങ്ങനെയാണെന്ന് നോക്കാം. കാല് ചേർത്ത് വയ്ക്കണം, കൈ കൂപ്പി തൊഴുത് പിടിക്കണം അല്ലേ. സോ കൈ നേരെ മുകളിലേക്ക് എടുത്ത് ആംസ് പുറയിലേക്ക് വളയാം, ആർച്ച് ബാക്ക്. അവിടെ നേരെ മുന്നോട്ടേക്ക് ഫോർവേഡ് ചെയ്യുക, നേരെ താഴേക്ക്. കാലിൻ്റെ മുട്ട് മടക്കിയായാലും കൈ കാലിൻ്റെ ഫീറ്റിൻ്റെ അടുത്ത് വരണം. ദെൻ റൈറ്റ് ലെഗ് ബാക്ക്, ലുക്കപ്പ്. നമ്മൾ സാധാരണ ചെയ്തപ്പോൾ കാല് കയറ്റി വയ്ക്കേണ്ട. ഈ കാലിൻ്റെ മുട്ട് പൊക്കിയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് കാലും പുറയിലേക്ക് ഇറക്കി വയ്ക്കുക, ബോഡി സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ ഈ പുഷിലേക്ക് വന്നു, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നു. അവിടെ മുട്ടുകുത്ത്, ദെൻ ചെസ്റ്റ്, ചിൻ ഓർ ഫോർഹെഡ്. ദെൻ അവിടെ നിന്ന് പുറയിലേക്ക് വേണം, ആർച്ച് ബാക്ക്, ലുക്കപ്പ്. ഞാൻ കൈകുത്തി നേരെ പോങ്ങുക, ഹിപ്സ് ഓഫ് ഫീറ്റ് ഡൗൺ. ഇവിടുന്ന് നമ്മൾ കാല് കയറ്റി വയ്ക്കണം. അവസാനം പഠിച്ച സ്റ്റേജിലേക്ക് വരണം. മുട്ട് കുത്തിയോ മുട്ട് കുത്താതെയോ. ദെൻ കൈയുടെ അടുത്തേക്ക് കാല് വരണം, ദെൻ ലുക്കപ്പ്. കാല് ഇറക്കി വെക്കേണ്ട, അടുത്ത കാല് കയറ്റി വയ്ക്കാം. അത് കൈ നേരെ മുകളിലേക്ക് വരുന്നത്, ആംസ് അപ്പ്, ആർച്ച് ബാക്ക്, എക്സ്ഹേൽ ഡൗൺ. അതുപോലെ തന്നെ ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യ നമസ്കാരമായി. ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ 1 റൗണ്ട് ആവുള്ളൂ. ചെയ്ത് നോക്കാം. ആംസ് അപ്പ്, ആർച്ച് ബാക്ക്, നേരെ ഫോർവേഡ് ചെയ്യും, ഓൾ ദ വേ ഡൗൺ. ലെഫ്റ്റ് ലെഗ് ബാക്ക്, ലുക്ക്. കാലിറക്കി വയ്ക്കുക, ദെൻ എക്സ്ഹേൽ ഡൗൺ, ദെൻ ആർച്ച് ബാക്ക്, നേരെ പോങ്ങുക, ഹിപ്സ് ഓഫ് ഫീറ്റ് ഡൗൺ. Now left leg forward, look. Right leg forward, arms up, arch back, exhale. വളരെ ബേസിക് ലെവലാണ്, ബിഗിനേഴ്സ് ലെവൽ പഠിക്കാവുന്ന രീതിയാണ്. ഈച്ച് ആൻഡ് എവറി ആസനസ് നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ കറക്റ്റായിട്ട് ഈച്ച് ആൻഡ് എവറി ആസനസ് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യും. അതുകൂടി നോക്കണം കേട്ടോ. ശരി.